നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ആണോ? നോക്കിയാലോ. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളുടെ റിലേഷൻ ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻ ആണോ എന്ന് അതിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ റിലേഷൻ ജേർണി കുറേ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, യെസ് ഓർ നോ ആൻസർ പറയാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ നല്ല പരിചയമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ വ്യക്തിയോട് ഇതുവരെ ആരോടും തോന്നാത്ത രീതിയിൽ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപാട് കാര്യങ്ങളിൽ സിമിലാരിറ്റീസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അഭിപ്രായങ്ങൾ, ചിന്താഗതികൾ, ജീവിതത്തെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എക്സെട്ര എക്സെട്ര. നിങ്ങളുടെ റിലേഷൻ എപ്പോഴേലും ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിലും അവർ തിരിച്ചു വരും എന്നൊരു അമിതമായ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ആ വ്യക്തിയെ അടുത്ത് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു മാഗ്നറ്റിക് പുള്ള് തോന്നിയിട്ടുണ്ടോ? ആ വ്യക്തി 24/7 നിങ്ങളുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഇങ്ങനെ റൺ ചെയ്തിട്ടുണ്ടോ? അവരെ കാണുന്നില്ലെങ്കിലും ഭയങ്കരമായിട്ട് അവരോട് ടെലിപ്പതി കണക്ഷൻ ഫീൽ ആകുന്നുണ്ടോ? ആ വ്യക്തി വന്ന ശേഷം നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ആ വ്യക്തി കൂടെയുള്ളപ്പോൾ ഒരു കംപ്ലീഷൻ, അതായത് പൂർണ്ണത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നൊരു ഫീലിംഗ് ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ റിലേഷനെ നിങ്ങൾ ഡൗട്ട് അടിച്ചിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇത് ക്വിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ ഒരു റിലേഷനിൽ നിന്ന്? ആ വ്യക്തി നിങ്ങളിൽ നിന്നും ബ്രേക്കപ്പായി പോയ ശേഷവും നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കാൻ കഴിയുന്നുണ്ടോ? ആ വ്യക്തിയെ നിങ്ങൾക്ക് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അതായത് തിരിച്ചവരെന്നെ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ട, ഞാൻ അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എന്നൊരു തോന്നൽ, ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എല്ലാത്തിൻ്റെ ആൻസർ യെസ് എന്നാണെങ്കിൽ വെരി ഗുഡ്, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ തന്നെയാണ്. താങ്ക് യു.